ഗുഡ് മോർണിംഗ് മക്കളെ. അപ്പോൾ വിനീസ് കിച്ചൺ റൗണ്ട് അബൌട്ട് വീക്ക്ലി റൗണ്ട് അബൌട്ട് ഒന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ബിസി ആയിരുന്നു. നമ്മുടെ വീക്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ നല്ല അടിപൊളി കൊറിയൻ ബൺസിൻ്റെ ഓർഡറായിട്ടാണ്. ഈ ഒരു റെസിപ്പി സൂപ്പർ സക്സസ്ഫുള്ളാണ് എൻ്റെ കിച്ചണിൽ. ആൻഡ് അഭിമാനത്തോടു കൂടി ഞാൻ പറയും, ഇതിൻ്റെ ഓരോ സംഭവവും ഞാൻ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് കൊറിയൻ ബൺസാണ്, ചീസ് ഗാർലിക് കൊറിയൻ ബൺസ്. എൻ്റെ റെസിപ്പിയിൽ ടോപ്പ് ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വിനീസ് കിച്ചണിൽ ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് പാൽ പൊറോട്ടയാണ്. എത്ര പേർക്ക് പാൽ പൊറോട്ട ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ പാൽ പൊറോട്ട ഇസ് വൺ ഓഫ് ദ സൂപ്പർ ഡിഷ്. അതായത് നമ്മൾ നോൺ വെജും വെജും ചെയ്തിട്ടുണ്ടായിരുന്നു. വെജ് സോയയിലാണ് ചെയ്തത്, നോൺ വെജ് വന്നിട്ട് ചിക്കനിലാണ് ചെയ്തത്. അപ്പോൾ ചിക്കൻ കറി തന്നെ ഉണ്ടാക്കി, പൊറോട്ട തന്നെ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനെ ചട്ടിയിലാണ് ദമ്മ് കയറ്റാൻ പോണത്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്, അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ താഴെ വന്നിട്ട് നമ്മൾ എന്താണ് പറയുക, ഇല ലെയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു പൊറോട്ട വയ്ക്കും. എന്നിട്ട് നമ്മൾ കുറുക്കി മറ്റേ നമ്മുടെ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി അതിലേക്ക് ഒഴിച്ചിട്ട്, അതിലേക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാൽ കട്ടിക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ സവാള ഇടും. എന്നിട്ട് വീണ്ടും ഒരു നമ്മുടെ പൊറോട്ട അതിലേക്ക് വെക്കുക. എന്നതിന് ശേഷം വീണ്ടും തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്നിട്ട് നമ്മളെ വറുത്ത ബിസ്ത എന്ന് പറയില്ലേ, നമ്മുടെ സവാള വറുത്തത് ബിരിയാണിക്ക്, അതേമാതിരി അണ്ടിപ്പരിപ്പും അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഇലയിൽ ഇത് കവർ ചെയ്യുകയാണ്. കവർ ചെയ്തതിന് ശേഷം അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഈ ചട്ടി കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് കവർ ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് സ്ലോ ഫ്ലെയിമിൽ നമ്മൾ ദമ്മ് കയറ്റുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇലയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വാടിയിട്ട് ഈ പാലൊക്കെ കൂടിയിട്ട് പൊറോട്ടയിൽ പിടിച്ചിട്ട് സൂപ്പറായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ പാൽ പൊറോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ എന്താണ് പറയുക, ഇഫ്താർ പ്ലാറ്റർ. അതായത് എന്താണ് പറയുക, നാടൻ സംഭവങ്ങൾ എല്ലാം കൂടിയിട്ട് വെക്കുന്ന ഒരു പ്ലാറ്ററാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ എന്തൊക്കെയാണ് കേരള സ്നാക്സ് പ്ലാറ്ററിലെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈസൂർ ബോണ്ട ഈ 2 വെച്ചിട്ട്, 2 പരിപ്പ് വട, 2 അരിയുണ്ട, 2 സുഗിയൻ, 2 പഴംപൊരി, അതേമാതിരി തന്നെ 2 അച്ചപ്പം. ഇങ്ങനെയാണ് പ്ലാറ്ററായിട്ടുള്ള രീതിയിൽ സ്നാക്സ് പ്ലാറ്റർ, നാടൻ സ്നാക്സ് പ്ലാറ്റർ എന്നുള്ളത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് ഇഫ്താർ കിറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇഫ്താർ കിറ്റിൽ ഞാൻ 2 രീതിയിലുള്ള ഇഫ്താർ കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് നോർമൽ ഇഫ്താർ കിറ്റാണ്. ആ നോർമൽ ഇഫ്താർ കിറ്റിൽ വരുന്നത് വെള്ളം, ജ്യൂസ്, ഡേറ്റ്സ്, 2 സമോസ, 2 കട്ട്ലറ്റ്, വലിയ സമോസ, 2 കട്ട്ലറ്റ്, അതേമാതിരി തന്നെ 3 ഡേറ്റ്സ്, അതേമാതിരി പിന്നെ നമ്മൾ വെക്കുന്നത് ഫ്രഷ് സാലഡാണ്, വലിയ ബൗളിലാണ് വെക്കുന്നത്. അതേമാതിരി ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ് നമ്മൾ വെക്കുന്നുണ്ട്. അതേമാതിരി പിന്നെ വെക്കുന്നത് നമ്മൾ ബിരിയാണി, അതേമാതിരി ചിക്കൻ ഫ്രൈയും കൂടിയിട്ട് 2 ചിക്കൻ ലെഗ്, പിന്നെ ബിരിയാണിയുടെ റൈസ് മാത്രമായിട്ടാണ് വെക്കുന്നത്. ഇത് നോർമൽ പാക്കേജാണ് വരുന്നത്. ആൻഡ് നമ്മൾ ഇതുപോലുള്ള ബോക്സിലാണ് നിങ്ങൾക്ക് എത്തിച്ച് തരിക. അപ്പോൾ ഇതാണ് നോർമൽ ഇഫ്താറിൻ്റെ ബോക്സ് നമ്മൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതല്ലാതെ ഒരുപാട് പേര് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള രീതിയിലുള്ള ഇഫ്താർ കിറ്റും നമ്മൾ ചെയ്തു. അപ്പോൾ ബേസിക് ഇഫ്താർ കിറ്റ്സിൽ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കുറച്ച് മതി എന്നാണ്, എണ്ണങ്ങളെല്ലാം വേണം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള രീതിയിൽ വേണം എന്നാണ് പറഞ്ഞത്. ബേസിക് ആയിട്ടുള്ള രീതിയിലും നമ്മൾ അവർ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമൈസ്ഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവർ പറഞ്ഞ രീതിയിലേക്കാണ് നമ്മുടെ പോർഷൻസ് വെച്ചത്. നമ്മുടെ നോർമൽ ഞാൻ കാണിച്ചത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ബേസിക് ആയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലും നമ്മൾ ഇഫ്താറിൻ്റെ കിറ്റ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കാറ്. അപ്പോൾ ഇതാണ് ഞാൻ വിനീസ് കിച്ചണിൽ റമദാൻ മാസത്തിൽ നമ്മുടെ ഇത് ചെയ്യുന്നത്, ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് വിനീസ് കിച്ചണിൽ മീൽസ് വന്നിട്ടുണ്ടായിരുന്നു. മീൽസിൽ ഞാൻ പറഞ്ഞല്ലോ, മൺഡേ, വെനസ്ഡേ, അതേമാതിരി തന്നെ ഫ്രൈഡേ ആണ് മീൽസ് വരുന്നത്. ചോറ്, അതേമാതിരി തന്നെ ഉള്ളി സാമ്പാർ, അതേമാതിരി എന്താണ് കക്കിരി പച്ചടി, ബീൻസ് തോരൻ,
കേസരി ബാത്ത്. ഇതായിരുന്നു അയില വറുത്തത്, അതേമാതിരി തന്നെ കേസരി ബാത്ത്. ഇതായിരുന്നു നമ്മുടെ മീൽസിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നത് തിങ്കളാഴ്ച. പിന്നെ ഞാൻ എന്താണ് നല്ല അടിപൊളിയായിട്ടുള്ള ബാംഗ്ലൂർ സ്റ്റൈലിൽ, മാംഗ്ലൂരിയൻ സ്റ്റൈലിൽ ഉള്ള റവ ഇഡ്ഡലി, MTRലൊക്കെ കിട്ടുന്ന പോലുള്ള റവ ഇഡ്ഡലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡിൽ ലീവ്സ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക. ആ ഡിൽ ലീവ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള റവ ഇഡ്ഡലീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സൂപ്പർ ഹിറ്റായിരുന്നു, ഒരുപാട് പേർക്ക് ഇഷ്ടമായി. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്തത് ചട്നി ആൻഡ് പൊടിയായിരുന്നു. ഇതിൻ്റെ ഓർഡേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന റവ ഇഡ്ഡലിന് കൂടെ തന്നെ നമ്മൾ ഈ ഡിൽ ലീവ്സ് എന്ന് പറയുന്നത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ബാംഗ്ലൂരിയൻ സ്റ്റൈലായിട്ടുള്ള രീതിയിലുള്ള നമ്മുടെ എന്താണ് പറയുക റവ ഇഡ്ഡലി റെഡി ആയിട്ട് വരുന്നത്. നല്ല ഫ്ലേവറാണ് കേട്ടോ ഇതിന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് വീക്ക് റൗണ്ട് എല്ലാം കഴിഞ്ഞു. വിനീസ് കിച്ചണിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു റെസിപ്പി കാണിച്ചു തരാം. അതായത് കക്കിരി പച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയിൽ ജീരകം, വറ്റൽമുളക്, ഉലുവ, കടുക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് കടുക് വര വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ്. ഇതിലേക്ക് നമ്മൾ സാധാരണ കട്ട് ചെയ്ത കക്കിരിയാണ് ഇടുന്നത്, കുക്കുംബർ. ഓക്കെ, അതിട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുക. ഒരുപാടൊന്നും വെന്ത് കുളമാക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഒഴിക്കരുത്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. ഒന്ന് വാടിയാൽ മാത്രം മതി. കക്കിരി കടിക്കാൻ കിട്ടണം, അതുമാത്രമല്ല വെന്ത് ഉടയരുത്. അപ്പോൾ നമ്മളൊന്ന് ആവി കയറ്റിയതിന് ശേഷം അതിനെ ആറാൻ വെക്കുക. ആറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൈര് ഒഴിക്കുക. ഇതിലേക്ക് തേങ്ങ, ജീരകം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചയ്ക്ക് നിങ്ങൾക്ക് അരച്ച് ചേർക്കാം. പക്ഷേ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. നല്ല കട്ടിക്ക് തൈര് ഒഴിച്ചിട്ട് അങ്ങോട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് സെർവ് ചെയ്ത് നോക്കൂ. വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പിനേഷൻസ് ആണ് ലഞ്ച് റെസിപ്പീസിൻ്റെ കൂടെ. അതുമാത്രമല്ല, നിങ്ങൾ വല്ല ഡയറ്റ് പ്ലാനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി നിങ്ങൾക്ക് കഴിക്കാൻ. സോ ഇതായിരുന്നു വിനീസ് കിച്ചൺ റൗണ്ട് അബൌട്ട്.